സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. 1 ശമൂവേൽ അധ്യായം 2, 7 മുതൽ 9 വരെ. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു. അവിടുന്ന് താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. ഭൂതലങ്ങൾ യഹോവയ്ക്കുള്ളവ, ഭൂമണ്ഡലത്തെ അവയുടെ മേൽ വെച്ചിരിക്കുന്നു. തൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവിടുന്ന് കാക്കുന്നു. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാവുന്നു. സ്വശക്തിയാൽ ഒരുത്തനും ജയിക്കയില്ല. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ശമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 7 മുതൽ 9 വരെ നാം പഠിക്കുമ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകുവാനുള്ള സന്ദേശം, പ്രബോധനം, ഉപദേശം നാം കാണുകയാണ്. 1 ശമൂവേൽ 2:7 ആദ്യം പറയുന്നത് നൽകുന്ന ദൈവത്തെക്കുറിച്ചാണ്. അത് വിവിധ വിഭവങ്ങൾ നൽകുന്ന ദൈവത്തെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവ അഥവാ ദൈവം, കർത്താവ് ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു. ദാരിദ്ര്യം എന്തിനാണ് നൽകുന്നത് എന്ന് ഒരുപക്ഷെ ഒരു ചോദ്യമുയരാം. ദൈവത്തിൻ്റെ ആ ഇഷ്ടത്തോട് ചോദ്യം ചെയ്യുവാൻ മനുഷ്യനാകില്ല. ദാരിദ്ര്യം ഒരുപക്ഷെ നാം ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ദാരിദ്ര്യവും ഐശ്വര്യവും അഥവാ സമ്പത്തും നൽകുന്നവൻ സർവശക്തനായ നമ്മുടെ സൃഷ്ടാവായ ദൈവം തന്നെയാണ്. അതുകൊണ്ട് ദൈവം നൽകുന്നത് ദാരിദ്ര്യമായാലും ഐശ്വര്യമായാലും സമ്പത്തായാലും നന്മയായാലും തിന്മയായാലും അത് കൈക്കൊള്ളുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ മുന്നിലുള്ള ഉത്തരവാദിത്വമായിരിക്കുന്നത്, കടമയായിരിക്കുന്നത്. അടുത്തതായി ഈ വചനത്തിൽ പറയുന്നത് ദൈവം താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ദൈവപ്രവൃത്തിയാണ്. ഒരു മനുഷ്യനെ ഉയർത്തുന്നതും ഒരു മനുഷ്യനെ താഴ്ത്തുന്നതും ഇത് മനുഷ്യരിൽ നിന്നുണ്ടാകുന്നതല്ല, പ്രത്യുത നമ്മെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നിന്നുള്ളവയാണ്. തുടർന്ന് ഈ വചനത്തിൽ പറയുന്നത് അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നുവെന്നാണ്. അതുപോലെ അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നുവെന്നാണ്. ഉയർത്തുന്ന ദൈവം സാധാരണക്കാരനെ ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ അഥവാ അധികാരികളോടുകൂടെ ഇരുത്തുവാൻ ദൈവം അപ്രകാരം സാധുക്കളുടെ മേൽ പ്രവർത്തിക്കുന്നു. ഈ 1 ശമൂവേൽ 2-ാം അധ്യായത്തിൽ ദൈവം ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിച്ച ദൈവപ്രവൃത്തികളാണ് കൂടുതലായി നാം കാണുന്നത്. തുടർന്ന് ആ ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ആ ദൈവത്തെ വാഴ്ത്തുവാൻ, പുകഴ്ത്തുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കേണ്ട ആവശ്യകതയെ ഈ വേദഭാഗത്ത് നാം കാണുകയാണ്. ഈ മുഴുപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് പരിപോഷിപ്പിച്ച് വഴി നടത്തുന്ന സർവശക്തനായ ദൈവത്തിൽ നിന്നാണ് മർത്യന് എന്തെങ്കിലും നന്മകൾ ലഭിക്കുന്നതെന്ന് ഈ വേദഭാഗം സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണോ കുറവായിരിക്കുന്നത്, എന്താണോ ആവശ്യമായിരിക്കുന്നത്, പ്രാർത്ഥനയിലൂടെ ദൈവത്തെ അറിയിക്കാം. അവിടുന്ന് പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യും. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം അനേകവിധമായ ക്ഷാമത്തിലൂടെ, അതുപോലെ രോഗത്തിലൂടെ, അതുപോലെ പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയവരാണ്. എന്നാൽ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ, ദൈവത്തെ ആരാധിച്ചപ്പോൾ, ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവർക്ക് വലിയ വിടുതലുണ്ടായി.
പിന്നത്തേതിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടു. നമുക്കും അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ തന്നെ സ്നേഹിക്കുകയും സേവിക്കുകയും സാക്ഷിക്കുകയും മഹത്വപ്പെടുത്തുകയും ദൈവവചനപ്രകാരം ജീവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. ഈ തിരുവചനങ്ങൾ നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തീരുമാറാകട്ടെ. ആമേൻ.